നന്മ നേരുമമ്മ പിന്നിൽ രാജകന്യ ധന്യ സർവവന്യ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി ലോകമാതാ. എൻ്റെ പേര് ജോൺ ലോബോ എന്നാണ്. ഞാൻ താമസിക്കുന്നത് അരപ്പറ്റയിലെ NC ഡിവിഷൻ മിംസ് ജംഗ്ഷനിലാണ്. ലോബോ കോട്ടേജിലാണ് ഞാൻ താമസിക്കുന്നത്. വീട്ടിൽ ഞാനും ഭാര്യയും മരുമകളും 2 മക്കളും കൂടെയുണ്ട്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ബോംബെയിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുമായിരുന്നു, പോവുമായിരുന്നു. അപ്പോൾ ഞാൻ പെന്തക്കോസ്തയിലായിരുന്നു. ഈ പെന്തക്കോസ്തയിൽ ആയിരുന്ന സമയത്ത് ഞാൻ നമ്മുടെ സഭ വിട്ടാണ് പോയത്. സീനത്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ബോൺ ക്യാൻസർ എന്ന മകളുടെ സൂക്കട് മാറിയതും അവിടെ അവൾ പോട്ടയിൽ സാക്ഷ്യം പറഞ്ഞ ആ സാക്ഷ്യമാണ് എന്നെ തിരിച്ച് നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്നും ജപമാല രഹസ്യങ്ങളെപ്പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങി. മാതാവിനെ പറ്റി കൂടുതൽ അറിയാൻ തുടങ്ങി. ആദ്യം പെന്തക്കോസ്തയിലായിരിക്കുന്ന സമയത്ത് മാതാവോ പുണ്യവാന്മാരോ പുണ്യവതികളോ ആരും തന്നെ ഉണ്ടായില്ല. എന്നാൽ സഭയിൽ തിരിച്ചു വന്നതിന് ശേഷം കൂടുതൽ ജപമാല രഹസ്യങ്ങൾക്ക് ഞാനൊരു മരിയ ഭക്തനാണ്. കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സംഭവങ്ങളും ഉണ്ടായി. അവിടുന്നാണ് ഈശോ മറിയം യോസേപ്പ് എന്നെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഭക്തനായി ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഭവനമില്ലായിരുന്നു. 1 സെൻറ്റ് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് എനിക്ക് ഈ ജപമാല രഹസ്യങ്ങളുടെ കടന്നു പോകുമ്പോൾ ഇവിടെ 27 സെൻറ്റ് ഭൂമിയും അതുപോലെ തന്നെ ഈ പഴയ ഭവനം പൊളിക്കാനും പുതിയ ഭവനം ഉണ്ടാക്കുവാനും മാതാവും മറ്റുള്ള പുണ്യവാളന്മാരും പുണ്യമതികളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതാ ദൈവം എനിക്ക് വലിയൊരു ഭവനം തന്നു. മാതാവിൻ്റെ അടുത്തുള്ള ഭക്തി ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ഏകദേശം ഒരു ദിവസം ആദ്യമൊക്കെ 4 ജപമാല രഹസ്യങ്ങളായിരുന്നു. ഇപ്പോൾ ഏകദേശം 500 മണി ജപമാല രഹസ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ് ഈ നിമിഷങ്ങളിൽ വെച്ച്. ഞാൻ 87-88 കാലഘട്ടങ്ങളിൽ ബോംബെയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പെന്തക്കോസ്ത് സഭയിലേക്ക് പോയി. അവിടെ ഞാൻ സ്നാനപ്പെട്ടു. അവരെന്നോട് പറഞ്ഞത് സ്നാനപ്പെട്ടുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോവുക സാധ്യമല്ല. അവിടുന്ന് ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ അവരോട് കൂടെ ആയിരുന്നു 92 വരെ. 92 മെയ് മാസം 25-ാം തീയതി കർത്താവ് എന്നെ ഷിപ്പിലേക്ക് ഒരു വേലക്കാരനായി ഏറ്റെടുത്തു, ഹെൽപ്പറായിട്ട്. അതിനുശേഷം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സീനത്ത് എന്ന് പറഞ്ഞതായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ബോൺ ക്യാൻസർ ആയിരുന്നു. ഈ മകൾ എല്ലാവരും ആ ഡോക്ടർമാരെല്ലാം ആ മകളെ തള്ളിക്കളഞ്ഞു. ഏതായാലും ഇനി ജീവിക്കാൻ പോകുന്നില്ല, നീ മരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോട്ടയിൽ ഡിവൈനിൽ ധ്യാനം കൂടിയ ഒരു മകൾ അവളുമായി ഈശോയെപ്പറ്റി പങ്കുവയ്ക്കുവാനായി. അങ്ങനെ അവൾ പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ യേശുവിൻ്റെ നാമത്തിനല്ലാതെ മറ്റൊരാൾക്കും നിന്നെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഇവളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇവൾ കോട്ടയിലെ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ രോഗികളുടെ ഭാഗത്ത് വെച്ച് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മകളുടെ ബോണിൽ കൂടെ തളച്ച വെള്ളം മറിയുകയും അവൾ വീൽ ചെയർ എടുത്ത് വലിച്ചെറിയുകയും സുഖപ്പെടുകയും ചെയ്തു. ഈ സാക്ഷ്യമാണ്
എന്നെ പൂർണ്ണമായും നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ധ്യാനങ്ങൾ കൂടാൻ വഴിയായി പരിശുദ്ധ അമ്മയെപ്പറ്റി മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യം പരിശുദ്ധ അമ്മയെ തള്ളിപ്പറഞ്ഞതായിരുന്നു. എന്നാൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയതിനു ശേഷം ഞാൻ എൻ്റെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയായി. അന്ന് തൊട്ട് 93 മുതൽ 93 ഏപ്രിൽ മാസം ഞാൻ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് പൂർണ്ണമായും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളി വന്നു. അവിടെ നിന്ന് ഞാൻ സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഡിവൈൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതൽ അവിടെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ദിവസം തോറും ഇങ്ങനെ ജപമാല രഹസ്യങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. ഓരോ ദിവസവും 4 ജപമാല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ജപമാലകൾ വർദ്ധിക്കാൻ തുടങ്ങി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ജ്വലിക്കുന്ന തിരുവിലാവിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടതുവശത്തെ ഒരു മുഴ ഉണ്ടായിരുന്നു. ഈ മുഴ അപ്രത്യക്ഷമായി. അവിടുന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ ഡിസ്ക് പോയതായിരുന്നു. ഈ ഡിസ്ക് പോയ സമയത്ത് എനിക്ക് ഒരു വലിയ പരീക്ഷണങ്ങളൊക്കെ വന്നു. ആ സമയത്ത് എൻ്റെ മകൻ മരിച്ചുപോയി. മൂത്ത മകൻ, ഏകദേശം 20-25 കൊല്ലം മുൻപേ മരിച്ചുപോയ മകൻ. അവൻ ഇന്ന് സ്വർഗത്തിലാണ്. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുള്ള ബോധ്യം എനിക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ലോകത്തിലെ സകല മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം എന്നെ കർത്താവ് ശക്തിപ്പെടുത്താൻ തുടങ്ങി. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. കാരണം കൂടെ ഈശോയും മാതാവും ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയത് അബുദാബിയിൽ നിന്നാണ്. ഞാൻ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു, ഈശോ ഉണ്ടായിരുന്നു എന്ന്. അതിനുശേഷം എനിക്ക് പൂർണ്ണമായിട്ടും ശക്തി വർദ്ധിച്ചു. കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ജപമാല കൂട്ടായ്മയിൽ ഞാൻ എപ്പോഴും കൂടിക്കൊണ്ടിരുന്നു. കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം, സമാധാനം. എനിക്ക് ഭവനമില്ലായിരുന്നു. അവിടെ നിന്ന് കർത്താവ് വലിയൊരു ഭവനം എനിക്ക് ഒരുക്കി തന്നു. ആദ്യം തന്നത് പഴയ ഭവനമായിരുന്നു. അവിടുന്ന് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് വീണ്ടും ജപമാല രഹസ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ഒരു പുതിയ ഭവനം ഉണ്ടാക്കുവാനായിട്ട് അവിടുന്ന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അതനുസരിച്ച് പഴയ ഭവനം എടുത്ത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഭവനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഇന്ന് താമസിക്കുന്നത് ഞങ്ങൾ പുതിയ ഭവനത്തിലാണ്. എൻ്റെ മോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാട് വിഷമത്തിലായിരുന്നു. അന്ന് ഞാൻ മുഴുവൻ നേരവും പ്രാർത്ഥനയിലായിരുന്നു. പള്ളികളിലും സാക്ഷ്യം പറയലും ഒക്കെ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നിയത്, പലവരും എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, നിൻ്റെ മോൻ മരിച്ചു പോയില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒന്നിനും ഭയപ്പെടാനില്ല. അമ്മ 24 മണിക്കൂറും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല രഹസ്യങ്ങളിൽ ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ജപമാല രഹസ്യങ്ങളിലേക്ക് ഞാൻ കടന്നുപോയി. അവിടെ നിന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഞാൻ ഈശോയുടെ ജ്വലിക്കുന്ന തിരുവിലാവിലേക്ക് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനകളും അകറ്റണമേ, എന്നെ സന്തോഷത്തിലേക്ക് നയിക്കണമേ, സമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ഈശോയോട് ഇന്നും ആ മാതാവാണ് ഞങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തിക്കുന്നത്. ആ ഭവനത്തിൻ്റെ നാഥയായ അമ്മ ഇന്ന് ഒരു 4 വർഷക്കാലമായി ഞങ്ങളുടെ ഏതം തോട്ടം എന്ന് പറഞ്ഞാൽ ചേറുടെ എസ്റ്റേറ്റിലെ ഒരു ചെറിയ ആരാധന ആലയമുണ്ട്.
അവിടെ 500 മണി കൊന്തയാണ് ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ അനുഗ്രഹം ഞാൻ പലവരോടും ഇങ്ങനെ പറയാറുണ്ട്. പലവരും വിഷമങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് വരും. ആ സമയത്ത് ഞാൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഒരിക്കലൊരു സംഭവമുണ്ടായി. എൻ്റെ കൂടെ അബുദാബിയിലായിരുന്ന ഒരു മകൻ, ആ മകൻ്റെ ഭാര്യ റിസപ്ഷനിസ്റ്റാണ് ജോലി ചെയ്യുന്നത്. അവിടെ പൂവാലന്മാരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്. അപ്പോൾ അവൾ എന്നോട് ഇന്ന് ചോദിച്ചു, ബ്രദറെ ഇങ്ങനെയൊക്കെ വിഷമങ്ങളുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, 36 പ്രാവശ്യം എത്രയും തേളുടെ മാതാവ് ചൊല്ലിയാൽ നാളെ തൊട്ട് ഒരു പൂവാലനും നിൻ്റെ അടുത്തേക്ക് വരികയില്ല. ഇവൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്ത് പറയും, ഇപ്പോൾ ഒരു പൂവാലന്മാരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ധൈര്യമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ മാതാവിനെ പറ്റി കൂടുതൽ പറയാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ജപമാല ദിവസം കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും ഞാൻ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇതാ ഈ നമ്മുടെ മിംസ് മെഡിക്കൽ കോളേജിൽ ഒരു ഞങ്ങളുടെ വൈദികൻ ട്രാൻസ്ലേഷൻ പറഞ്ഞു, ഒരു രോഗിക്ക് വേണ്ടി ബ്രദറെ പോയി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ജപമാല രഹസ്യം കടന്നു പോവുകയും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അന്ന് തന്നെ ആ മകന് സൗഖ്യം കിട്ടുകയും അന്ന് അവർ ആ വൈദികനോട് പറഞ്ഞു, ബ്രദറൊന്ന് പ്രാർത്ഥിച്ച് പോയതും ഇതാ ആ മകൻ സൗഖ്യപ്പെട്ടു, സ്റ്റിച്ചൊക്കെ അഴിച്ചു, ഇതാ മകൻ നടക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഈശോ ആണ് അവിടെ പ്രാർത്ഥന കേൾക്കുന്നതെന്നുള്ള ആ വലിയ ബോധ്യം എനിക്ക് കടന്നു വരുവാൻ സാധിച്ചു. അങ്ങനെ ഞാൻ പലവരോടും മാതാവിനെ പറ്റി എപ്പോഴും പറയും, ആര് പറഞ്ഞാലും ഒരു 36 പ്രാവശ്യം എത്രയും തേളുടെ മാതാവ് ചൊല്ലിയാൽ നല്ലതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു സാക്ഷ്യം കേട്ടതാണ്. മലബാറിൽ നിന്നും കുറച്ച് മക്കളും സിസ്റ്റേഴ്സും ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു ഭരണങ്ങാനത്തേക്ക്. പോകുമ്പോൾ ഒരു കുട്ടി പറയുകയാണ് ഒരു സിസ്റ്ററോട്, 36 പ്രാവശ്യം എത്രയും തേളുടെ മാതാവ് ചൊല്ലിയാൽ നല്ലതാണെന്ന്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, ഇത്രയും മക്കളുള്ളപ്പോൾ നീ എന്തിനാണ് എന്നോട് പറയുന്നത്? അപ്പോൾ നീ സിസ്റ്റർ തന്നെ ചൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മക്കളും സിസ്റ്റർമാരും ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ പള്ളിയിൽ ചെന്ന് കിടന്ന് ഗ്രൗണ്ടിൽ പോയി നിൽക്കുമ്പോൾ ഈ സിസ്റ്ററിൻ്റെ ഈ ഇത്രയും തേളുടെ മാതാവ് ചൊല്ലിയ ആ സിസ്റ്ററിൻ്റെ അമ്മയും പെങ്ങന്മാരും ആങ്ങളമാരും ഒക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, മകളെ ഇന്നലെ ഇന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കരമായി രക്ഷപ്പെട്ടു. കാരണം അപ്പോഴാണ് സിസ്റ്ററിന് ഓർമ്മ വന്നത്, ഈ മകൻ 36 പ്രാവശ്യം എന്നോട് എത്രയും തേളുടെ മാതാവ് ചൊല്ലാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ കാത്തുരക്ഷിക്കണമെങ്കിൽ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ടാണ് മാതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മാതാവ് ഉത്തരം തരുന്നുണ്ട്. രാവിലെ ഏകദേശം 4:30 മണിക്ക് എഴുന്നേൽക്കും. അത് കഴിഞ്ഞ് ഈ അൾത്താരിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു 6 മണി വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവരുടേതായ ജോലിയിലായി ഞാൻ നേരെ എൻ്റെ ആലയത്തിലേക്ക് കടന്നു പോവുകയും അവിടെ പ്രാർത്ഥന തുടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും 3 മണിക്ക് 2:30 മണിക്ക് വന്നിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് 100 മണി ജപമാല രഹസ്യങ്ങളും കരുണയുടെ കൊന്തയും കഴിഞ്ഞ് കുറച്ച് നേരം സ്തുതിപ്പും കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നു. വീണ്ടും 7 മണിയാകുമ്പോൾ 6:30 മണിക്ക് ഞങ്ങൾ വീണ്ടും ജപമാല രഹസ്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഏകദേശം 8 മണി വരെ ബൈബിൾ വായനയും ജപമാല രഹസ്യങ്ങളും ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നു. ഞാൻ 1992 മെയ് മാസം 25-ാം തീയതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് ജപമാല രഹസ്യങ്ങളിൽ കടന്നു പോകുമ്പോൾ വലിയ വലിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പെന്തക്കോസ്തയിൽ കിട്ടാത്ത എല്ലാ വിശ്വാസവും എനിക്ക് നമ്മുടെ സഭയിൽ നിന്ന് വന്നപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ജ്വലിക്കുന്ന തിരുവരാവിലേക്ക് എന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
എനിക്ക് എന്നിൽ തന്നെ പല അത്ഭുതങ്ങളുമുണ്ടായി, അടയാളങ്ങളുണ്ടായി. അവിടെ നിന്ന് എന്നെ മാതാവ് കൈക്കുമ്പിളിൽ വെച്ച് നടത്തുകയാണ്. പരിശുദ്ധ അമ്മയോട് കൂടി ചേർന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം ലഭിക്കുമെന്നുള്ള വിശ്വാസം, ഭക്തി ഇതെല്ലാം ലഭിക്കുവാൻ തുടങ്ങി. അന്ന് തൊട്ടാണ് ഞാൻ ശരിക്കും ജപമാല രഹസ്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ളത്. ഈ ജപമാല രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ ഷിപ്പിൽ വെച്ചിട്ട് ഒരു വലിയ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എൻ്റെ ഈ ഡിസ്ക് പോയതായിരുന്നു. കപ്പലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മേലെ നിന്ന് വെള്ളത്തിലേക്ക് ചാടണം, ആ ട്രെയിനിങ് ആയിരുന്നു. ഈ ഡിസ്ക് പോയത് കാരണം എനിക്ക് ചാടാൻ പറ്റുകയില്ലായിരുന്നു. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന, എന്നെ ശക്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധ അമ്മയുടെ അവരുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ശക്തി എന്നിലേക്ക് ഒഴുകി വന്നു, ചാടിക്കോ. അപ്പോൾ ഞാൻ മേലെ നിന്നും ചാടി വെള്ളത്തിലേക്ക് പോയി നീന്തി മേലേക്ക് വരുമ്പോൾ എൻ്റെ ഈ ഡിസ്ക് പ്രോബ്ലം എടുത്തു മാറ്റി. അവിടെ നിന്നും ഞാൻ രോഗികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ധാരാളം സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പരിചയമ്മ ചേർന്ന് നിന്നുകൊണ്ട് ജപമാല ദിവസം കടന്നു പോകുമ്പോൾ ഇത് അനേകം മക്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അനേകം മക്കളെ യേശുവിലേക്ക് നയിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ സുവിശേഷമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ അബുദാബിയിൽ യൂണിറ്റുകളിലെ പ്രാർത്ഥന കടന്നു ചെല്ലുമ്പോൾ അവിടെ ജപമാല രഹസ്യങ്ങളും അവിടെ വചനം പറയാനും പള്ളികളുടെ ആരാധന നടത്താനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞ് ഒഴുകുവാനും ഞങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്നതിനുള്ള എത്രയോ മണിക്കൂറുകളോളം ജപമാല ചൊല്ലലാണ് എൻ്റെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് ഞാൻ 2020 ഞാൻ ഇവിടെ കേരളത്തിലോട്ട് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫ്രാൻസിൻ അച്ഛൻ, ചേലോടെ അച്ഛൻ, അവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വന്ന വൈദികരെല്ലാം ഓടിപ്പോയിട്ടുണ്ട്. എന്നാൽ ഈ വൈദികൻ വന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ അമ്മയോടുകൂടി ജപമാല 500 മണി കൊന്ത തുടങ്ങിയപ്പോൾ ഇതാ ആ എസ്റ്റേറ്റിൽ ഗുണ്ട പോലെയുള്ള മക്കളെല്ലാം വിട്ടുപോയി. അച്ഛന്മാർക്ക് അവിടെ താമസിക്കാൻ പറ്റി, നല്ലോണം ശമ്പളം കൊടുക്കാൻ പറ്റി. യൂണിയൻ്റെ പ്രോബ്ലംസ് എല്ലാം അവസാനിച്ചു. ഇപ്പോൾ അവിടെ വൈദികനും ഞങ്ങളെല്ലാവരും വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. അത് അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. ഈ പരിശുദ്ധ അമ്മ 24 മണിക്കൂർ നേരവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ആരാധന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്നുകൊണ്ട് 100 മണിക്കൊന്ത ആദ്യം ഞങ്ങൾ ചൊല്ലുന്നത് ഈ ലോകത്തിലെ സകല മക്കളായ പാപികൾക്ക് വേണ്ടിയാണ് അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ മാതാവിനോട് കൂടെ പ്രാർത്ഥിക്കുന്നത് പാപികൾ കഴിഞ്ഞാൽ പിന്നെ ഇതാ ഞങ്ങളുടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭ പിന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ 500 മണി കൊന്തയോടുകൂടെ 1 മണി കഴിയുന്നു. എല്ലാ ദിവസവും ഏകദേശം 4 വർഷത്തോളമായി അവിടെ നിന്ന് പ്രാർത്ഥന അവിടെ തുടങ്ങിയതിന് ശേഷം ഇന്നും അവിടെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് കാണിക്കുന്നുണ്ട്. ആ ചായത്തോട്ടത്തിൽ നല്ല ചായ ഉണ്ടാകുവാനും കാപ്പി ഉണ്ടാകുവാനും കുരുമുളക് ഉണ്ടാകുവാനും ഏലക്കായ ഉണ്ടാകുവാനും ഈ അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്നുകൊണ്ട് ജപമാല രഹസ്യങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ അമ്മ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കൃപകളും വരങ്ങളും ദാനങ്ങളും ഞങ്ങൾക്ക് നൽകുന്നു. ആയിരത്തി 1987 മുതൽ ഞങ്ങളുടെ ഈ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റിലായിരുന്നു. 1 സെൻറ്റ് ഭൂമിയോ 1 ഭവനമില്ലാത്ത ഞങ്ങൾ വളരെയധികം ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ആ ജപമാല രഹസ്യങ്ങളുടെ കടന്നു പോകുമായിരുന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ഇതാ 2018 ഞങ്ങൾക്ക് പഴയ ഭവനം ഒരു 27 സെൻറ്റ് സ്ഥലം ഇവിടെ കിട്ടി. അതിനുശേഷം ഞങ്ങളോട് കർത്താവ് പറയുകയാണ്, ഈ ഭവനം ഇവിടെ നിന്നെടുത്ത് മാറ്റണമെന്ന്. പഴയ ഭവനം ഒരു പുതുപുത്തൻ ഭവനം തരാൻ പോവുകയാണ്. അങ്ങനെ ജപമാല രഹസ്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഈശോയോട് പ്രാർത്ഥിക്കുന്നു. അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വഴി ഞങ്ങൾക്കെല്ലാം ദൈവമായ കർത്താവ് തരുന്നു. അതിനുശേഷം 2017 ഈ ഭവനത്തിൻ്റെ പുതിയ നിർമ്മാണം ആരംഭിച്ചു. ഞാൻ അവിടെ പ്രാർത്ഥനയിലായി. അതിനുശേഷം ആ സമയത്ത് ഞാൻ അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 2018. ആ സമയത്ത് ഒരൊറ്റ വർഷം കൊണ്ട് 8 മാസം കൊണ്ട് ഇതാ ഭവനം പണിതു. 2018 ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങോട്ടേക്ക് താമസം മാറ്റി. ഇന്ന് ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് കൂടെ ഞങ്ങൾ ചേർന്ന് പോകുമ്പോൾ ഞങ്ങൾ വളരെ അധികം സന്തുഷ്ടരാണ്. ഈ ഭവനം എടുത്തു മാറ്റാനായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനും ഞങ്ങളൊക്കെ കൂടെ ഈ ഭവനത്തിൽ, പഴയ ഭവനത്തിൽ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സന്ദേശം നൽകുകയാണ്, ഈ പഴയ ഭവനം പൊളിക്കണം, പുതിയ ഭവനം പണിയണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മകൻ എൻ്റെ കൂടെ അബുദാബിയിൽ എൻ്റെ കൂടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മകനാണ്. അമ്മയോട് കൂടി ചേർന്ന് നിൽക്കുന്ന മകൻ. ഈ മകൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണുപോയി. അവിടെ നിന്ന് തൃശ്ശൂരുള്ള അമലയ ഹോസ്പിറ്റലിൽ പോയി ചെയ്തപ്പോൾ അവിടെ പറ്റില്ല. നേരെ മാതാ അമൃതാമയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു, എറണാകുളത്തേക്ക്. അവിടെ നിന്നും പറ്റിയില്ല. വീണ്ടും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഈ മകൻ നോക്കിയപ്പോൾ പൾസില്ല, മരിച്ചുപോയി. ഇവനെ മോർച്ചറിയിൽ കിടത്തിയിരുന്നു. അങ്ങനെ ഈ മകനെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ഇവനെ എടുത്തിട്ട് ആംബുലൻസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ആംബുലൻസിൻ്റെ പുറകിലുള്ള ഡോർ ഓപ്പണായി കിടന്നു. ഒരു സിസ്റ്റർ ഓടി വന്നു. എന്നിട്ട് ഈ മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ സിസ്റ്റർ, അവർ ഹിന്ദുക്കളായിരുന്നു, അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ബോഡി കത്തിക്കാൻ കൊണ്ടുപോവാണ് തൃശ്ശൂരിലേക്ക്. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, മോളെ ഞാനും ഒന്ന് വണ്ടിയിൽ കയറിക്കോട്ടെ, എന്നെ ഒന്ന് പോട്ടയിൽ ഡിവൈനിൽ എത്തിക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ അവിടുന്ന് പുറപ്പെട്ടു. ഡിവൈനിൽ എത്തുന്നതിന് മുൻപേ ഈ സിസ്റ്റർ പറയുകയാണ്, ഈ മകൻ മരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ കത്തിക്കുന്നത്? അവർ പറഞ്ഞു, സിസ്റ്ററെ, ഇവൻ മരിച്ചു കഴിഞ്ഞൊന്ന് സർട്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്റർ ഉള്ളിൽ ഈ ആംബുലൻസിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ സുഗന്ധം കൊണ്ട് നിറഞ്ഞു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു. ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ആ സിസ്റ്റർ ഇരിക്കുമ്പോൾ സുഗന്ധം കൊണ്ട് നിറഞ്ഞപ്പോൾ അവർക്ക് എന്തോ തോന്നി. അങ്ങനെ അവർ ഈ സിസ്റ്റർ പറയുകയാണ്, നിങ്ങൾ ഡിവൈനിലെത്തുമ്പോൾ നിങ്ങൾ ആ ഡിവൈനിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി വയ്ക്കുക. ഞങ്ങളൊരു നായിക്കപ്പറമ്പിൽ അച്ഛനുണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ ഈ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഡിവൈൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, ഞാൻ പോയി നായിക്കപ്പറമ്പിൽ അച്ഛനെ കൂട്ടിയിട്ട് വരാമെന്ന്. അങ്ങനെ നായിക്കപ്പറമ്പിലേക്ക് വന്നു. പക്ഷെ സിസ്റ്റർ വന്നില്ല. ഇതാരായിരുന്നു? ഇത് പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു. അവിടെ നിന്ന് ആ മാതാവിനെ, അവനെപ്പോഴും ആ മാതാവിനോട് അങ്ങനെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയ മകനെ ഇതാ ഇവൻ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് അവിടെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അവിടെ മാതാവ് അവനെ ഏറ്റെടുത്തു. അങ്ങനെ മാതാവിനോട് എപ്പോഴും ഞങ്ങൾ അവനോട് ചേർന്നതുകൊണ്ട് അബുദാബിയിൽ എപ്പോഴും എത്ര നേരം രാത്രി 12 മണിയായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ജപമാലയിൽ. ആ ജപമാല രഹസ്യങ്ങളിലൂടെ അനേകം മക്കൾക്ക് അവിടെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്, സമാധാനം കിട്ടിയിട്ടുണ്ട്. ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുത്തിട്ടുണ്ട്, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ മാതാവിന് വേണ്ടി ചെയ്യുകയാണ്. അങ്ങനെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജപമാല രഹസ്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ കടന്നു പോകുന്നുള്ളൂ. ഇന്നും ചേലോട് എസ്റ്റേറ്റിൽ ഞങ്ങൾ രാവിലെ 8 മണി മുതൽ 1 മണി വരെ 500 മണി ജപമാല എപ്പോഴെത്തിക്കും. അവിടെ ജനം സമാധാനത്തിലാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ കൃപകളും ധനങ്ങളും എല്ലാം തന്നുകൊണ്ട് അവരെല്ലാവരെയും പരിചയമായി ചേർന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നു. ആമേൻ.